നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച വിഷയം വിശാഖം നക്ഷത്ര ജാതരുടെ ഏകദേശം 44 വയസ്സ് മുതൽ 51 വയസ്സ് വരെ അവർക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള കേതൂർ ദശാകാലത്തെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ സംസാരിക്കുന്നത്. വിശാഖം നക്ഷത്ര ജാതരെ സംബന്ധിച്ച് വ്യാഴദശാകാലത്തിലാണ് അവർ ജനിക്കുന്നത്. വ്യാഴദശാകാലത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 16 വർഷമാണെങ്കിലും എല്ലാ വിശാഖ നക്ഷത്രക്കാരും ഒരേ സമയത്തല്ല ജനിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രാരംഭദശയായ വ്യാഴദശയിൽ ഏറ്റക്കുറച്ചിലും ഉണ്ടാകും, കാലദൈർഘ്യത്തിൽ ഏറ്റക്കുറച്ചിലും ഉണ്ടാകും. അങ്ങനെയുള്ള ഏറ്റക്കുറച്ചിലുകളെ കുറിച്ച് നമുക്ക് കൃത്യമായൊരു കണക്കുകൂട്ടൽ നടത്താൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവരുടെ പ്രാരംഭ ദശാകാലം വ്യാഴം 8 വർഷം എന്ന് നിജപ്പെടുത്തുകയാണ്. തുടർന്ന് 8 വയസ്സ് വരെ അവർക്ക് വ്യാഴദശാകാലമായിരിക്കും. 8 വയസ്സ് മുതൽ 27 വയസ്സ് വരെ ശനിദശാകാലമായിരിക്കും. 27 വയസ്സ് മുതൽ 44 വയസ്സ് വരെ ബുധദശാകാലമായിരിക്കും. 44 വയസ്സ് മുതൽ 51 വയസ്സ് വരെ കേതൂർ ദശാകാലമായിരിക്കും. ഈ കേതൂർ ദശാകാലത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ, ഓരോരുത്തരുടെയും ജാതകത്തിൽ കേതൂർ ഏത് ഭാവത്തിൽ എങ്ങനെ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഗുണദോഷ ഫലങ്ങളെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. ജാതകപ്രകാരം കേതൂർ ശുഭസ്ഥാനത്താണെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. ജാതകപ്രകാരം കേതൂർ അശുഭസ്ഥാനത്താണെങ്കിൽ ദോഷഫലാധിക്യവും ഉണ്ടാകും. എങ്കിലും ഈ ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണോ നമുക്കൊന്ന് ചുരുക്കത്തിൽ നോക്കിയാൽ, കേതൂർ ഗുണവാനാണെങ്കിൽ കൂടുതലായിട്ടുള്ള അറിവ് സമ്പാദിക്കാൻ സാധിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിൽ എന്തറിവാ നേടാൻ സാധിക്കുക എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. ആധ്യാത്മികമായിട്ടുള്ള അറിവുകളോ അതല്ലെങ്കിൽ മുടങ്ങിപ്പോയിട്ടുള്ള ഏതെങ്കിലും പഠനം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളിലുള്ള അറിവുകളോ അതല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വേദപഠനം അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള ഉപാസനയുടെ ഭാഗമായിട്ടുള്ള പഠനങ്ങൾ എന്നിവയുമൊക്കെ ഈ കാലഘട്ടത്തിൽ കേതുവിനെ കൊണ്ട് ചിന്തിക്കാം. എന്നാൽ അതിനോടൊപ്പം തന്നെ ആലോചനാശൂന്യമായ നടപടികൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാനിടയുണ്ട്. ആലോചനാശൂന്യമായി പ്രവർത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ, ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ, അതോടൊപ്പം തന്നെ കേതൂർ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള യോഗകാരകനാണെങ്കിൽ അല്ലെങ്കിൽ കേതൂറിന് ഏതെങ്കിലും ശുഭദൃഷ്ടിയൊക്കെ ആയിട്ടാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ ഉന്നത സ്ഥാനമാന ലബ്ധി പ്രതീക്ഷിക്കാം. പിൻവാതിലിലൂടെയുള്ള നിയമനങ്ങൾ എന്ന് പറയാറില്ലേ, അത്തരത്തിൽ യോഗ്യതയനുസരിച്ചാണോ എന്ന് ചോദിച്ചാലല്ല, എന്നാൽ യോഗ്യത ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിലാണോ കയറിയതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയുന്ന രീതിയിൽ ഏതെങ്കിലും തൊഴിലിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനമാനങ്ങളിലൊക്കെ കെട്ടിയിറക്കപ്പെടുന്നവനായിട്ടോ പിൻവാതിലിലൂടെയോ നിയമിക്കപ്പെടുവാനും എത്തിച്ചേരുവാനും സാധ്യതയുണ്ട്. ഏത് കാര്യത്തിലും ഒരു കുതന്ത്രം പ്രയോഗിച്ച് വിജയിപ്പിക്കാനിടയുള്ള കാലഘട്ടമായിരിക്കും. തുരുമ്പ്, ഇരുമ്പ് പോലെയുള്ള അസംസ്കൃത വസ്തുക്കളുടെ വിപണനം കൊണ്ടുള്ള സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടറികളിലോ കമ്പനികളിലോ ഒക്കെ ജോലി കിട്ടുക, സ്ഥാനക്കയറ്റം കിട്ടുക, താഴ്ന്ന വിഭാഗത്തിലുള്ളവരുമായിട്ടുള്ള പ്രണയം മുതൽ മറ്റ് ലിവിങ് ടുഗദർ പോലെയുള്ള ബന്ധം വരെ ഉണ്ടാവുക, അതുപോലെ തന്നെ ചില അപവാദങ്ങൾ ഏറ്റുപിടിച്ച് അതിൽ വിജയക്കൊടി നാട്ടാൻ സാധിക്കുക, ഏത് കാര്യത്തെയും തലനാരിഴകീറി പരിശോധിക്കുന്ന ഒരു രീതി അവലംബിക്കുന്നത് കൊണ്ട് തന്നെ ചില വിവാദ വിഷയങ്ങളിൽ ഇവർ പറയുന്നതാണ് ശരി, ഇവർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കാൻ സാധിക്കുക, കുടുംബപരമായിട്ടുള്ള സ്വത്ത് തർക്കങ്ങളിൽ ഏകദേശം ഒരു കുഴപ്പമില്ലാത്തൊരു ഭാഗം ഇവർക്ക് അടിച്ചു മാറ്റാൻ സാധിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ബലങ്ങളാണ് കേതൂർ ശുഭാവസ്ഥയിലാണെങ്കിൽ ആ ദശാകാലത്ത് വരാനിടയുള്ളത്. ഇനി കേതൂർ അശുഭാവസ്ഥയിലാണെങ്കിൽ
അശുഭാവസ്ഥയിലാണ് കേതുവെങ്കിൽ കല്ലേറ്, തീപൊള്ളൽ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടിൽ ചെന്ന് ചാടാം, അല്ലെങ്കിൽ കല്ലിൽ തട്ടി വീഴുക, പാറക്കല്ലിൽ തലയടിച്ച് വീഴുക, കല്ലേറിന് വിധേയമാവുക, തീപൊള്ളലേൽക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ അപവാദങ്ങളിൽ ചെന്ന് ചാടുക, വിവാദങ്ങളിൽ ചെന്ന് ചാടുക, സ്വവർഗരതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾക്ക് വിധേയമാകുക, ലെസ്ബിയൻ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് സ്ത്രീയും ചേർന്നുള്ള ശാരീരിക ബന്ധം, അല്ലെങ്കിൽ പുരുഷനും ചേർന്നുള്ള നിഷിദ്ധമായിട്ടുള്ള ബന്ധങ്ങളിൽ ചെന്ന് ചാടി വിവാദങ്ങളാവുക. അതോടൊപ്പം തന്നെ അന്യജാതിയിൽ അല്ലെങ്കിൽ അന്യവരുമായിട്ടുള്ള വീഴ്ചകൾ സംഭവിക്കുക, അതുമൂലം അപമാനമുണ്ടാവുക. വീഴ്ച ഇതുപോലുള്ള എന്താ പറയുക, ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് ലഭിക്കുന്ന ധനം കൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന നേട്ടങ്ങൾ അനുഭവിക്കേണ്ടി വരിക. കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളുടെ വഞ്ചനയ്ക്കിരയാവുക, സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ആരെയും വഞ്ചിക്കാൻ മടിയില്ലാതിരിക്കുക. അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് കടത്തിൽ നിന്നും കടത്തിലേക്ക് ചെന്ന് വീഴുക, ഒരു കടബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കടബാധ്യതയെ ആശ്രയിക്കുക, ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവ്, ഇനി ജീവിച്ചിരിക്കേണ്ട, ഇതോടുകൂടി അവസാനിപ്പിച്ചേക്കാമെന്ന് തോന്നിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിഫലമാവുക, ഫലവത്താകാതിരിക്കുക, ശത്രുക്കളെ ഭയന്ന് കഴിയേണ്ടി വരിക. നിയമപരമായിട്ടുള്ള പ്രതിസന്ധികൾ, കോടതി വ്യവഹാരം, പോലീസ് സ്റ്റേഷൻ കേസ്, വഴക്ക്, തടവ്, ജയിൽ, ഇതെല്ലാം കേതു പ്രതികൂലനാകുന്നു എങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ഫലങ്ങളാണ്. എന്നാൽ അനുകൂലസ്ഥനാകുന്ന കേതൂർ ഏതെങ്കിലും ശുഭയോഗങ്ങളോടുകൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിയമ സംവിധാനത്തിൻ്റെ അങ്ങേയറ്റത്ത് ഉന്നതങ്ങളിൽ കൊണ്ടുവന്നെത്തിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരും. മറ്റുള്ളവർക്ക് ഒരു ആശ്വാസവും സഹായവും ഒക്കെ ആകുന്ന രീതിക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. മറ്റുള്ളവരിൽ നിന്നും അറിവുകൾ ശേഖരിക്കുവാൻ, തനിക്ക് ലഭിക്കുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് സാഹചര്യത്തിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുവാനുമുള്ളൊരു വിവേക ബുദ്ധി ഉദിക്കും. അതുപോലെ തന്നെ സാമ്പത്തികത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമനം ഇവർക്ക് പ്രതീക്ഷിക്കാം. കേതു ശുഭനാണെങ്കിൽ ഭാഗ്യാനുഭവങ്ങളിലൂടെ എന്ന് പറയാം. അതായത് നമ്മൾ അധ്വാനിക്കാതെ, വിയർപ്പൊഴുക്കാതെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ആരുടെയും മോഷ്ടിക്കുന്നതോ അല്ലെങ്കിൽ പിടിച്ചു പറിക്കുന്നതോ ഒന്നുമല്ല, ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ കയ്യിൽ കുറച്ചധികം ധനം വരാനുള്ള സാഹചര്യം ഉണ്ടാവും. ഭൂമി ക്രയവിക്രയത്തിൽ നല്ല ലാഭം ഇങ്ങനെ കിട്ടുക, ഭൂമിയും വീടും വിൽക്കുന്നതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ലാഭം ഉണ്ടാവുക, ഇങ്ങനെയുള്ള ഗുണഫലങ്ങൾ. കാരണം പ്രണയമൊക്കെ കേതുദശാകാലത്തിൽ കൂടുതലും ഒരു തട്ടിപ്പിൻ്റെ അല്ലെങ്കിൽ വെട്ടിപ്പിൻ്റെ വഞ്ചനയുടെ തലത്തിലേക്ക് മാറാം. അതല്ലെങ്കിൽ വെറും ശാരീരികമായിട്ടുള്ള ആഗ്രഹമായി മാത്രം അധപ്പതിക്കാം. കാരണം പ്രണയം എന്നൊക്കെ പറയുന്ന വിശുദ്ധ വികാരത്തെ, അല്ലെങ്കിൽ പരിശുദ്ധ വികാരം എന്നൊക്കെ പറയുന്ന ആ ഒരു മൂമെൻറ്റിനെ കേവലം മാംസദാഹമായിട്ട് മാത്രം അധപ്പതിച്ച് പോകുന്ന രീതിയിൽ കേതുർദശാകാല അനുഭവങ്ങൾ വരാം. എന്തിനേറെ പറയുന്നു, കേതുർദശാകാലത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സെക്സ് മോഡൽസ് അതിന് വിധേയമാകേണ്ടി വരും, അല്ലെങ്കിൽ അതിൽ താല്പര്യം ജനിക്കാം. ലഹരി പദാർത്ഥങ്ങളിൽ താല്പര്യം ജനിക്കാം, മത്സ്യ മാംസപദാർത്ഥങ്ങളിൽ താല്പര്യം അമിതമായിട്ടുള്ള താല്പര്യം ജനിക്കാം, ആഡംബര ഭ്രമം ഉണ്ടാവാം, യാത്രകളിൽ താല്പര്യം ഉണ്ടാകാം. യാത്രാവേളകളൊക്കെ കേതു അശുഭനാണെങ്കിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അപകട സാധ്യതയൊക്കെ കേതുർദശയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാവുന്നതാണ്. കേതുർദശയിൽ ഈ ചൊറിച്ചിരങ്ങ് എന്ന് മാത്രമുള്ള രോഗങ്ങളല്ല, അതല്ലെങ്കിൽ ഉൾക്കായം, ആന്തരിക അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ആയുധപ്രയോഗം, വൈദ്യുതി, അഗ്നി, ഇടിമിന്നൽ, ഇവയിൽ നിന്നൊക്കെ ഭയം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കേതുർദശ എന്ന് പറഞ്ഞാൽ ശുഭനാണെങ്കിലും അശുഭനാണെങ്കിലും പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നൽകുക.
അതിൽ നമ്മൾ കൂടുതൽ എന്തെങ്കിലും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഖനന വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടോ അസംസ്കൃത വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ നിയമവിധേയമല്ലാതെയുള്ള ഏർപ്പാടുകൾ പോലെ തോന്നിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ സാമ്പത്തികമായിട്ടുള്ള ലാഭം ഉണ്ടാകാം. പക്ഷേ അതുണ്ടായാൽ പോലും അതൊക്കെ നിയമത്തിൻ്റെ പരിധിയിലും നാട്ടുകാരുടെ വെളിച്ചത്തുമൊക്കെ വരുന്നതാണെന്ന് കൂടെ മറന്നു പോകരുത്. ഇതാണ് നമുക്ക് കേതുർ ദശയെക്കുറിച്ച് ചുരുക്കി പറയാനുള്ള കാര്യങ്ങൾ. കേതുർ ദശയെക്കുറിച്ചും വിശാഖ നക്ഷത്രയാതിരെക്കുറിച്ചും ഇനി തുടർന്ന് വരുന്ന വീഡിയോകൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതാണ്. നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് കേതുർ ദശാകാലം ഗുണമോ ദോഷമോ ആകട്ടെ, കേതുറിനെ പ്രീതിപ്പെടുത്താൻ അല്ലെങ്കിൽ കേതുർ ദോഷം കുറയ്ക്കാൻ ജ്യോതിഷപരമായിട്ട് നിർദ്ദേശിക്കാവുന്ന ജ്യോതിഷ പരിഹാരങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, കേതുറിൻ്റെ മൂർത്തിയായിട്ട് പറയുന്നത് ശ്രീ ചാമുണ്ടേശ്വരിയാണ്, അതായത് ദുർഗാദേവി. ചൊവ്വാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക, ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, രക്തപുഷ്പാഞ്ജലി, ഗുരുതി പുഷ്പാഞ്ജലി പോലെ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ അവിടെ നടത്തുക എന്നുള്ളതും, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സിന്ദൂരം തിലകമായി ധരിക്കുന്നതും കേതുർ ശാന്തിക്ക് ഉത്തമമായിട്ട് ജ്യോതിഷാഭിപ്രായമുണ്ട്. ഇതാണ് നമുക്ക് കേതുർ ദശാകാലത്തെക്കുറിച്ച് ഇവിടെ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അടങ്ങേണ്ട വീഡിയോകൾ ഈ ചാനലിൽ തന്നെ പിന്നാലെ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.